ഹായ് ഗായ്സ്, ഇപ്പം ഇന്ന് നമ്മൾ ട്രാവലറിൻ്റെ ഒരു വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഷെഡിലോട്ട് പോകുന്നുണ്ട്. അതല്ല, നമ്മുടെ വണ്ടിക്ക്, അതായത് എൻ്റെ കാറിനൊരു ചെറിയ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഇവിടെ നോക്കി, ഒരു ചെക്ക് എൻജിൻ ലൈറ്റ് അത് കണ്ടോ, അത് കത്തിക്കിടക്കുന്നു. അത് എന്താണെന്ന് അറിയത്തില്ല. വണ്ടി 2 ദിവസം എടുത്തിട്ട്, അപ്പോൾ ഒരു ദിവസം എടുത്തപ്പോൾ അത് കാണിക്കുന്നത് ലൈറ്റ് കത്തിക്കിടക്കുന്നു. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വർഷോപ്പ് വരുമ്പോൾ പറ്റാണത് അതൊന്ന് കാണിക്കണം. പിന്നെ അതേപോലെ എൻ്റെ പഴയ ബൈക്ക്, എൻ്റെ പഴയ വണ്ടി അവിടെ വീട്ടിൽ പണിയാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടയറൊക്കെ മാറണം. അപ്പം ഇതൊന്ന് ശരിയാക്കിയിട്ടാണ് വണ്ടിയായിട്ട് അങ്ങോട്ട് ചെല്ലാൻ. അതിനെ കുറച്ച് സ്ക്രാപ്പ്, പഴയ വണ്ടി കുറച്ച് സാധനം എടുക്കാനുണ്ട്. അത് പഴയൊരു ആവശ്യമുള്ളൂ. കാര്യം പുതിയ വണ്ടിയുടെ സാധനത്തിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് വേണ്ട, നമുക്ക് അത് നല്ല സാധനം കിട്ടും വെളിയിൽ നിന്ന്. അപ്പോൾ അതെടുക്കാം. അപ്പം നമുക്കിന്ന് അങ്ങോട്ടുള്ള പോകേണ്ട പരിപാടിയാണ്. നമ്മുടെ വണ്ടി നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്, വണ്ടിക്ക് ഓട്ടം തുടങ്ങി. ഇപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ് കഴിച്ച്. ഇവിടെ നോക്കണം, വെള്ളം കിടക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം നല്ല മഴയാണ്. നല്ല മഴ ആയതുകൊണ്ട് പൊതുവെ ഈ ഒരു മാസം വണ്ടിക്ക് നോട്ടമില്ല. അടുത്ത മാസം ചിങ്ങം തൊട്ടുള്ള വണ്ടിക്ക് ഓട്ടം ഉണ്ട്. ചിങ്ങം തൊട്ട് വണ്ടിക്ക് ഓട്ടം എടുത്ത് തുടങ്ങുക കാഴ്ച. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ അടുത്തുള്ളവരായാലും എവിടെ ഉള്ളവരായാലും ശരി, അടുത്തുള്ളവരായാലും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ലോകമൊക്കെ ഒന്ന് ഓട്ടം ഓടുന്നത് നമുക്ക് ഇതാ ഈ ഇതൊക്കെ സിനിമയൊക്കെ. അപ്പം നമ്മുടെ അടുത്തുള്ള ടീം എന്താ പറയണ്ടത്, അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. വണ്ടിയുടെ വർക്കും പുഷ്പക് സീറ്റിൻ്റെ ഇതെല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് വിനോദ തീർത്ഥാടന യാത്രകൾക്കും എന്തിനായാലും ശരി, കല്യാണത്തിനായാലും നമ്മുടെ വണ്ടി വിളിക്കാം. 17 സീറ്റ് ട്രാവലറാണ് നമ്മുടെ. AC വണ്ടിയാണ്, നോൺ AC ഓടും, പുഷ്പക് സീറ്റ് വണ്ടി. അപ്പോൾ ഗായ്സ്, നിങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കണം. അതിപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വണ്ടിയുടെ എഗ്രിമെൻറ്റ് കിട്ടും കേട്ടോ. ഇന്ന് വണ്ടിയുടെ എഗ്രിമെൻറ്റ് കിട്ടും. അപ്പോൾ ആ എഗ്രിമെൻറ്റോടെ ഒന്നും പോയി മേടിക്കണം. അതേപോലെ തന്നെ എന്താ പറയണ്ടേ, മറ്റേ വർക്ക്ഷോപ്പിലും പോകണം. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയി കായർത്തുമ്പണ്ട് പോയി വണ്ടിക്ക് ഇന്ധനം അടിക്കണം. പക്ഷേ വണ്ടിക്ക് ഇന്ധനമില്ല. വണ്ടിക്ക് ഇന്ധനം ഇല്ലാത്തതുകൊണ്ട് വണ്ടി മിക്കതും വഴി കിടക്കും. ഇന്ധനം അടിച്ചിട്ട് കുറച്ചാളായി എടുക്കുന്നില്ല കഴിച്ച വണ്ടി, അതല്ലേ ലക്ഷ്യം. അപ്പോൾ നേരെ പോയി ഇന്ധനം അടിച്ചിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോകും. കറ്റാണത്തോട്ടാ പോകുന്നത് നമ്മൾ. കഴിച്ച് അങ്ങനെ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കേട്ടോ. രാവിലെ ഈ മഴയുടെ ഞാൻ തോന്നുന്നു, ഒരു ചെറിയ വെള്ളപ്പുക മഴയുടെ ആയിരിക്കും. അയ്യപ്പാ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഒരു ചെറിയ വെള്ളപ്പുക വരുന്നത് ഈ മഴയുടെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. മഴയുടെ ആണോ ചെറിയ പുക വരുന്നത്? തണുക്കുന്നതിനാണ് എഞ്ചിൻ. കുറേ വേറെ വണ്ടിക്ക് നമ്മൾ കണ്ടു വന്ന വഴിക്കില്ലയോ കഴിച്ച്. നേരെ കംപ്ലൈൻറ്റ് ഒന്ന് കാണിച്ചിട്ട് ഇപ്പോൾ വരാം. കംപ്ലൈൻറ്റ് ഒന്ന് കാണിച്ചിട്ട് ഇപ്പോൾ വരാം. നമ്മുടെ വണ്ടിയുടെ പണി അവർ ചെയ്തില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ സെൻസർ അവിടെ ഇല്ല. ഇതിൻ്റെ ഒരു സെൻസർ പോകാതെ അത് എന്തോ വയറിനെന്തോ പ്രശ്നം, ഒരു വയർ അങ്ങോട്ട് പെട്ട ഇതിൻ്റെതായിട്ട്. അപ്പം സൈലൻസറോട്ട് വരുന്നില്ലല്ലോ അത്. എന്തോ പേരെന്തിനാ പറഞ്ഞില്ല, മറന്നു. ആ സാധനം മാറണം. അപ്പോൾ അതവിടെ ഇരിപ്പില്ല. അപ്പം പറഞ്ഞ് ഇതിപ്പോൾ കുഴപ്പമില്ല, അത് മാറ്റാമെന്ന് പറഞ്ഞ് സാധനം ഓർഡർ ചെയ്തിട്ട് വന്ന് നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനി അടുത്ത നമ്മുടെ ബൈക്ക് ഇരിക്കുന്നതിന് പോകും. അവിടെ ചെന്നിട്ട് നമ്മുടെ ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് നേരെ ആദ്യക്കാട്ടിലങ്ങനെ പോകണം കഴിച്ച്. ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നോടോ എല്ലാത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കഴിച്ച്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് തന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഡിസ്ക് എടുക്കണം. ഡിസ്ക് എടുത്ത് പിന്നെ എന്താ വേറെന്താ പറഞ്ഞത്, ചെയ്യുമ്പട്ടിയില്ലയോ ഡിസ്ക്, പിന്നെ ഹെഡ്ലൈറ്റ്, ഇത് 3 ഇതിൻ്റെടാ വീടിക്കടാ പോകുന്നു. ഈ 3 എടുക്കണം കഴിച്ച്. കാര്യം നമ്മുടെ പഴയ ഡിസ്കിനകത്ത് ബ്രേക്ക് പാഡ് ഒടിഞ്ഞ് നടന്ന ഓടിച്ച് അതൊക്കെ അത്രയും ഭാഗം മുറിഞ്ഞു കഴിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ കറ്റാട് കൊണ്ട് നേരെ പൊക്കോണ്ടിരിക്കുക. ലൈൻ കാണിച്ചു കൊടുത്തടാ കേട്ടോ. നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുക. മഴയാണ്ട് നമ്മുടെ വണ്ടിയിൽ AC പോലും ഇടുന്നിപ്പോൾ. നിങ്ങളുടെ ആരുടെയും വണ്ടിക്ക് ഈ മഴയത്ത് ചെറിയതായിട്ട് ഇങ്ങനെ എന്തുവാ വെള്ളപ്പുക അത് വരുന്നുണ്ടോ നോക്കണം. ഈ വണ്ടിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പം വന്നപ്പോൾ പറഞ്ഞ് വണ്ടി ചെറിയ പുകയുണ്ടോ. ഇവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് മഴയുടെ കാര്യം പറഞ്ഞു. അത് എല്ലാവരുടെ ആരുടെ വണ്ടിക്ക് ഈ മഴയത്ത് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബിനകത്ത് ഒരു ദിവസം ഒരു ലൈവ് ഇടാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈവ് ഇടുന്നതിന് താല്പര്യമുണ്ടോ, ലൈവ് ഇടണ്ടായോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മളത് കറക്റ്റ് ആക്കിത്തരാം. നമ്മുടെ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ട്രാവലറിൻ്റെ അവിടെ തന്നെ ചെയ്യാൻ ലൈവ് ഇടാം. ഫോൺ നേരെ പിടിച്ച് അരിഞ്ഞു പോകും, ലൈവ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കൊന്നും വിഷയമില്ല. പിന്നെ എടാ എഗ്രിമെൻറ്റ് പിടിക്കാൻ പോയില്ല അല്ലല്ല, ഉച്ചയാകുമ്പോൾ ഇന്നലെ പോയിട്ട് കിട്ടിയില്ല. കാര്യം ഞങ്ങളുടെ എഗ്രിമെൻറ്റ് അടിച്ചില്ല. ഒരു ഓട്ടത്തിൻ്റെ എഗ്രിമെൻറ്റ് എഴുതാനുണ്ട്, അത് എഴുതണം. അപ്പം അതടിച്ച് കിട്ടി. വിസിറ്റിംഗ് കാർഡും മറ്റേ സീലും കിട്ടി. സീലൊക്കെ കിട്ടില്ല, സാധനം അടിച്ചേക്കുന്നില്ല ചിലതൊക്കെ സീലൊക്കെ കിട്ടി, വിസിറ്റിംഗ് കാർഡ് കിട്ടി. പിന്നെ അടുത്തത് എന്താ അടിക്കണ്ടേ, എഗ്രിമെൻറ്റും ട്രിപ്പ് ഷീറ്റും. ഇതും 10 ബുക്ക് പറഞ്ഞിട്ടുണ്ട്. 2 10 ബുക്ക് 5 വെച്ച് അത് വൈകിട്ട് ഒന്ന് മേടിക്കണം. അപ്പം ഇന്നൊക്കെ അതൊക്കെ തന്നെ പരിപാടി.
വണ്ടി എടുത്തിട്ട് പോകണം. വണ്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വീഡിയോസ് ഇപ്പോൾ ഇല്ല, കാര്യം മഴയാണ്ട് റണ്ണിങ് എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് പോയിട്ടൊന്നും അതിന് മൊത്തം ചെളിയാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ മഴയത്തിറക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. അത് ചെറിയൊന്നും കട്ട് ചെയ്യണല്ലോ, ഇടാൻ വീഡിയോ ഇല്ല. ഇവനും ഷെബിനോടാണ് വീഡിയോ എല്ലാം ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം പിടിച്ചേ, അപ്പം അങ്ങനെ വിടും. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ 2-3 വീഡിയോ എടുത്ത് വെച്ചെങ്കിൽ നമുക്ക് പോരാം. അയ്യോ ഇവരൊക്കെ എവിടെ ഇത്ര വയോട്ടും വലത്തോട്ട് പിടിച്ചിട്ട് വരുന്ന വണ്ടി. അതുമ്പോൾ ഒന്ന് ഓക്കെ. അപ്പോൾ കാശ് നേരെ നമുക്ക് അവിടെ പോയിട്ട് എൻ്റെ ബൈക്ക് ഞാൻ കാണിച്ചു തരാം. അച്ചൂടെ പോകണം ഇരിപ്പുണ്ട്. ഓ കാശ് അങ്ങനെ ഫൈനലി നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തി കേട്ടോ, വണ്ടിയുടെ സാധനം എടുക്കാനായിട്ട്. ഇതേ ആദ്യക്കള്ളങ്ങരെയാണ് മൊത്തം ബൈക്ക് വിളിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വണ്ടിയുടെ കുറച്ച് സാധനം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം അത് പണിഞ്ഞ് കൊട്ടുപോരാണ്. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ ഡിസ്കവറിൻ്റെ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർ രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ സാധനം എടുത്തിട്ട് പോകുമ്പം ആ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ ബാക്കി പണിയും ചെയ്ത് എല്ലാം കഴിഞ്ഞ് വണ്ടി പെയിൻറ്റിങ് എത്തി കൊടുക്കണം. എൻ്റെ വണ്ടി ഒക്കെ അപ്പോൾ കാറിന് ചെയ്ത് പഞ്ചറാണോ ഡൗട്ട്, അതുകൂടെ ഇത്ര സാധനമാണ് നമ്മുടെ വണ്ടിക്ക്. ഇതൊക്കെ നമ്മൾ പുതിയ മേടിച്ചതാണ്. എൻ്റെ വണ്ടിയുടെ ഈ സാധനം തേഞ്ഞു പോയി. ഇത്ര സാധനം ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴത്തേ എല്ലാം ഞാൻ വെട്ടിക്കണ്ടിച്ചാണല്ലോ. ഞാനിത് എൻ്റെ മോഡൽ പൾസർ 180 ഒരു ഡിസ്കറും ആക്കാൻ വേണ്ടി പോയതാണ്. മാണിച്ച മണ്ടത്തരം എല്ലാം നശിപ്പിച്ചാളാണ് ഞാൻ തന്നെ. അപ്പോൾ ഇപ്പോൾ കഷ്ടം. അപ്പോൾ പൈസ മുടക്കും, ഞാൻ പണി എൻ്റെ പപ്പായ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ വണ്ടി പോയത്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടല്ലോ മറ്റേ വണ്ടി ഇപ്പോൾ ഉടനെ ഒരു വണ്ടി എടുക്കണം. അപ്പം ഇത് മേടിച്ചിട്ട് അപ്പുറത്തെ കട ഹെഡ്ലൈറ്റ് കിട്ടില്ല, അവിടെ മേടിക്കണം. ഒരു ചെറിയ പണി കിട്ടുന്നു എൻ്റെ വണ്ടിക്ക്. അവിടെ എൻ്റെ വണ്ടി ടയറാണ്, കാറ്റ് കിട്ടുന്നില്ല. നമുക്ക് ആ ഫ്രണ്ടിലത്തെ ടയറിനകത്ത് കാറ്റ് കിട്ടുന്നില്ല. ഇതിന് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ആണോ അതിന് പഞ്ചറാണോ എന്നൊരു ഡൗട്ട്. ഇത് വണ്ടി കണ്ടോ എഡ്ജ് കിടക്കുന്നതിൻ്റെ ആണോന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പറ ടയർ നോക്കട്ടെ, ചെളിക്കത് കിടക്കുക. എന്താ കാര്യത്തിൽ ഇവിടുത്തെ കാറ്റ് നോക്കട്ടെ. പഞ്ചറാവാന്നുണ്ടെങ്കിൽ എടുക്കാം, ഒട്ടിക്കാം. സ്റ്റെപ്പിന് കിടക്കുന്നുണ്ട്. സ്റ്റെപ്പിന് ചെറുതാണ്, ടയർ സൈസ് ചെറുതാണ്. ഇത് പുതിയ മോഡൽ വാങ്ങേണ്ട ടയറാണ് ഒട്ടിക്കുന്നത്. അപ്പം ഇച്ചിരി വ്യത്യാസമുണ്ട് ടയറിന്. എന്തോ ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി ഇന്ന് എടുത്തോണ്ടല്ലോ, മൊത്തത്തിൽ ഇന്ന് പണിയാ. ഞാനേ അവിടെ ഒരു കടലിൽ പോയി ഹെഡ്ലൈറ്റ് കിട്ടില്ല, ഹെഡ്ലൈറ്റോടെ നോക്കിയിട്ട് വരാം. വണ്ടി എടുത്ത് അവിടെ കൊണ്ട് സാധനം കയറട്ടെ കഴിച്ച് ഞാൻ എന്നിട്ട് വരാം. കഴിച്ച് അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് കേട്ടോ, ഇതായിരിക്കും നമ്മുടെ വണ്ടി. ഫുള്ള് റെസ്റ്റോർ ചെയ്യട്ടെ. ഇതെല്ലാം മാറ്റി പഴയ ഹാൻഡിലെടുത്ത് വെച്ച് മൾഗാട് കണ്ടി നമ്പലപ്പിറ്റൊക്കെ താത്ത് വെച്ചേക്കുന്നത്. ഇതൊന്നും ഇവിടെ അല്ല വരേണ്ടത്, ഇതൊക്കെ ഇവിടെ വരണ്ടേ. ഇതെല്ലാം തിരുമ്പയുണ്ടോ, തിരുമ്പുമ്പോൾ ഇതേ മാറ്റണം, മൾഗാട് മാറ്റണം, ഈ ഡിസ്ക് എല്ലാം പെയിൻറ്റ് ചെയ്യണം. മൊത്തം ഇവിടെ സാധനമെല്ലാം കൊണ്ട് വെച്ചേക്കുന്നുണ്ട് അവിടെ. ഇതിൻ്റെ ഇവിടെ നിന്ന് ലൈറ്റൊക്കെ പൊട്ടിപ്പോയി, അതൊക്കെ ഇനി എവിടെ നിരത്തില്ല. എഞ്ചിനൊക്കെ പുതിയത് പണിത് വെച്ചേക്കണം. സിലിണ്ടറൊക്കെ കണ്ടോ മാറ്റിയേക്കുന്നത്, കണ്ടോ മൊത്തം സിലിണ്ടർ വെച്ചേക്കുന്നത് ഇവിടെ കണ്ടോ. ഇതെല്ലാം ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടാ. ഇനി കവറിൻ്റെ ലോക്ക് എടുക്കാൻ മറന്നു. ഏണ്ണ അവിടെ ഈ കവറുടെ മാറ്റണ്ടായിരുന്നില്ലയോ, മറന്നു പോയാൽ. ആണോ ലോക്ക് ഒടിഞ്ഞിരിക്കുക? അതാണ്ട് അതിൻ്റെ ലോക്കായിരിക്കുന്നത് ഇല്ലയോ? സ്റ്റിക്കർ നിങ്ങൾ മേടിക്കോ? ആ അത് ഓൺലൈനിൽ മേടിച്ചായിരുന്നോ? അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനെ കൊണ്ട് നമ്മൾ റണ്ണിങ്ങിന് എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. അപ്പോൾ അയ്യപ്പനും ഒക്കെ ഇതേ അവിടെ നിൽപ്പുണ്ട്, അവർ വരുന്നുണ്ട്. നമ്മളിപ്പം നേരെ റണ്ണിങ്ങിന് എടുത്തിട്ട് ജസ്റ്റ് അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരമ്മേനെ വിളിക്കണ്ട, അവനോടെ വിളിച്ചിട്ട് നേരെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. നമ്മൾ റണ്ണിങ് എടുത്തിട്ട് ലാസ്റ്റ് കാലിസ്റ്റോർ ഷെഡ് വന്നിട്ടുണ്ട്. അവിടെ കാലിസ്റ്റോർ വണ്ടികൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ റണ്ണിങ് എടുത്തിട്ട് നേരെ വീഡിയോ ക്ലോസ് ചെയ്യുക. ഷെഡിൽ പോയിട്ട് ബാക്കി വീഡിയോ പറയാം, ബാക്കി കാര്യം പറയാം. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് പോകണം കേട്ടോ. നേരെ വണ്ടി എടുത്ത് റണ്ണിങ് എടുത്തിട്ട് അമ്മേ താമരക്കുളം ഈ അമ്പലത്തിൻ്റെ പേരെന്തോടാ? നെടിയാണെങ്കിൽ അമ്പലത്തിൽ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയുടെ എല്ലാ വണ്ടിയും 3 വണ്ടിയും നേരം തന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ റണ്ണിങ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇവിടുത്തെ റണ്ണിങ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടോ. വണ്ടി എടുത്ത് മാനട്ടെ. കാലിസ്റ്റോടെ വലിയ വണ്ടി സെൻറ്റർ ഇടാൻ വേണ്ട നോക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്തിട്ട് പോവാം. നമ്മുടെ വീഡിയോ സോറി എന്തായാലും ഓർത്താ കഴിച്ചു. നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. നമ്മുടെ റണ്ണിങ് എടുക്കാനുണ്ട്. നെടിയാണിക്കൽ അമ്പലം കേട്ടോ ഈ കാണുന്നത്. ഇതാണ് താമരക്കുളം നിങ്ങളുടെ നെടിയാണിക്കൽ അമ്പലം. ഇത് ഇവിടെ ആൾക്കാരെ ഓടിക്കുന്നുണ്ടോ? ഇതൊക്കെ വണ്ടിയുടെ ആൾക്കാരാട്ടോ നിൽക്കുന്നതൊക്കെ. നമ്മുടെ വണ്ടിയെ കാണാൻ വേണ്ടി വന്നാൽ പുതിയ മോഡൽ ട്രാവലർ ഈ ഏരിയ നമുക്കേ ഉള്ളു. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞതല്ല, മൊത്തം വണ്ടിയുടെ വന്നുകൊണ്ട് ആൾക്കാർ കാണാൻ വന്നില്ല കേട്ടോ. വരുന്നുണ്ടോ ഓരോ വണ്ടി. മറ്റേ ചെറുതിപ്പോൾ അപ്പുറത്ത് വരും. പക്ഷെ നമുക്കും വരും 49 കേട്ടോ. എവിടെയാ മാൽക്കസിൻ്റെ ഒരു വെല്ലുവിളി നമുക്കും വരും. നല്ല മഴ നല്ല മഴ നല്ല മഴ 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 ഇപ്പോൾ വിളിക്കുക. ഒരു മിനിറ്റ് ടോപ്പിലിരുന്ന് ഓണാക്കട്ടെ, മഴ വരുന്നു.